Hello guys, welcome to Half Pace Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഡോർസ് ആൻഡ് വിൻഡോ. എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡോർസ് ആൻഡ് വിൻഡോ. സോ ഇതിൻ്റെ എല്ലാ ആസ്പെക്ട്സും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് ഡോർ. ഡോറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡോർ ഈസ് ഡിഫൈൻഡ് ആസ് ഓപ്പണബിൾ ബാരിയർ സെക്യൂർഡ് ഇൻ വാൾ ഓപ്പണിംഗ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അതൊരു ഓപ്പണബിൾ ബാരിയർ ആണ്. ഓപ്പണബിൾ ബാരിയർ എന്ന് പറഞ്ഞാൽ തുറക്കാൻ പറ്റുന്ന ഒരു ബാരിയർ ആണ് സെക്യൂർഡ് ഇൻ വാൾ ഓപ്പണിംഗ്. എവിടെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? വാൾ ഓപ്പണിംഗിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഡോർ. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. പ്രൊവൈഡഡ് ടു ഗിവ് ആക്സസ് ടു ഇൻറ്റീരിയർ ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ നമുക്ക് ആക്സസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ ഡോർ. അപ്പോൾ പ്രൊവൈഡഡ് ടു ഗിവ് ആക്സസ് ടു ഇൻറ്റീരിയർ ഓഫ് ദ ബിൽഡിംഗ് ഓർ റൂം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ആക്ട്സ് ആസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പോർഷൻസ് ഓഫ് ബിൽഡിംഗ്. അതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ടും ആക്ട് ചെയ്യും ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പോർഷൻസ് ഓഫ് ദ ബിൽഡിംഗ്. സോ ഡിഫറെൻറ്റ് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മുടെ ഡോർ ആക്ട് ആകും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. വിൻഡോ എന്താണ്? വിൻഡോനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് വെൻറ്റഡ് ബാരിയർ സെക്യൂർഡ് ഇൻ വാൾ ഓപ്പണിംഗ്. അതൊരു വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബാരിയറാണ് വാൾ ഓപ്പണിംഗിൽ. ഓക്കെ, അതാണ് വിൻഡോ. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ടു പെർമിറ്റ് എൻട്രി ഓഫ് എയർ. അതിന് നമ്മൾ വെന്റിലേഷൻ എന്ന് പറയും. ആൻഡ് ലൈറ്റ് ഇൻസൈഡ് ദ ബിൽഡിംഗ് ആൻഡ് ടു പ്രൊവൈഡ് വ്യൂ ഓഫ് ദ ഔട്ട്സൈഡ് ഓഫ് ദ ബിൽഡിംഗ്. നമുക്ക് വ്യൂ പ്രൊവൈഡ് ചെയ്യും, ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും, എയർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് നമ്മുടെ വിൻഡോ. ഇതാണ് ബേസിക് ഇൻട്രോ അബൌട്ട് ഡോർസ് ആൻഡ് വിൻഡോ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. പോയിന്റ് ടു ബി കൺസിഡേർഡ് വൈൽ ഡിസൈഡിങ് ലൊക്കേഷൻ ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ്. നമുക്ക് എന്തൊക്കെ പോയിൻ്റാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്? നമുക്ക് ലൊക്കേഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദ ഡോർസ് ആൻഡ് വിൻഡോസ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് നോക്കാം. നമ്പർ ഓഫ് ദ ഡോർ ഷുഡ് ബി കെപ്റ്റ് മിനിമം ആസ് ദേ കോസസ് ഒബ്സ്ട്രക്ഷൻ ആൻഡ് കൺസ്യൂം ഏരിയ ഇൻ സർക്കുലേഷൻ. സോ നമ്പർ ഓഫ് ദ ഡോർസ് എപ്പോഴും മിനിമം ആയിരിക്കണം. അതെന്തുകൊണ്ടാണ്? അത് ഒബ്സ്ട്രക്ഷൻ കോസ് ചെയ്യും. ഓക്കെ, ഒബ്സ്ട്രക്ഷൻ കോസ് ചെയ്യും ആൻഡ് കൺസ്യൂം ഏരിയ ഇൻ സർക്കുലേഷൻ. സോ ഏരിയയും കവർ ചെയ്യും ആൻഡ് ഒബ്സ്ട്രക്ഷനും ആയിരിക്കും. അതുകൊണ്ട് നമ്പർ ഓഫ് ദ ഡോർസ് ഷുഡ് ബി കെപ്റ്റ് മിനിമം. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ലൊക്കേഷൻ ഓഫ് ദ ഡോർ ഷുഡ് ഫുൾഫിൽ ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഓഫ് റൂം. സോ ലൊക്കേഷൻ ഓഫ് ദ ഡോർ എന്ന് പറഞ്ഞത് ഫങ്ഷണൽ റിക്വയർമെൻറ്റിനെ ഫുൾഫിൽ ചെയ്യണം. അത് ഫംഗ്ഷൻ ഏത് റൂമിൻ്റെ സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ആ ഫങ്ഷണൽ റിക്വയർമെൻറ്റിനെ ഫുൾഫിൽ ചെയ്യണം. ഓക്കെ, ഇറ്റ് ഷുഡ് നോട്ട് ബി ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ലെങ്ത് ഓഫ് ദ വാൾ. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഒരു റൂം, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന റൂം നോക്കിയാൽ മതി. നമുക്ക് ഡോർ ഇപ്പോൾ സെൻറ്റർ ഓഫ് ദ വാളിലാണോ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കണം. ഡോർ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലൊക്കേഷൻ നോക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും. ലൊക്കേഷൻ ഓഫ് ദ ഡോർ ഷുഡ് ഫുൾഫിൽ ദ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഓഫ് ദ റൂം. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൊക്കേറ്റഡ്, അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൊക്കേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വാൾ. സെൻറ്റർ ഓഫ് ദ വാളിൽ നമ്മൾ ഒരിക്കലും പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നപ്പോൾ പ്രിഫറബിളി പ്രൊവൈഡഡ് അറ്റ് കോർണറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഇരിക്കുന്ന റൂം ശ്രദ്ധിച്ചാൽ മതി. അതെവിടെയാണ് ഡോർ എവിടെയാണ് പ്രൊവൈഡ് ചെയ്തത് നോക്കിയാൽ മതി. ഓക്കെ, നിയർലി 20 സെൻറ്റിമീറ്റർ അവേ ഫ്രം ദ കോർണർ. സോ 20 സെൻറ്റിമീറ്റർ കോർണറിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അവേ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇഫ് 2 ഡോർസ് ആർ പ്രൊവൈഡഡ് പ്രിഫറബിളി ദേ ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ടു പെർമിറ്റ് ക്രോസ് വെന്റിലേഷൻ. ഓക്കെ, 2 ഡോർസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ അത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഈച്ച് അതർ ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പിന്നെ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ക്രോസ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ക്രോസ് വെന്റിലേഷന് വേണ്ടി നമ്മൾ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണ് ഡോർസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നോക്കുന്നത് നമ്പർ ആൻഡ് സൈസ് ഓഫ് ദ വിൻഡോ ഈസ് ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ദ റൂം. ഓക്കെ, നമ്പർ ആൻഡ് സൈസ് വിൻഡോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്പേഴ്സിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് സൈസ് ഓഫ് ദ വിൻഡോ എത്ര ആയിരിക്കണം എന്ന് ഫംഗ്ഷൻ ഓഫ് ദ റൂം. ഏത് ഫംഗ്ഷൻ ഓഫ് ദ റൂമാണോ? ഇപ്പോൾ ഓഡിറ്റോറിയമാണ്, ഹാളാണ്, അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് വിൻഡോസ് കുറേ ആൾക്കാർ വരുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ദ വിൻഡോസ് നമുക്ക് വെന്റിലേഷൻ അല്ലെങ്കിൽ വെന്റിലേഷൻ അല്ലെങ്കിൽ ലൈറ്റിന് വേണ്ടി നമ്മൾ നമ്പർ ഓഫ് വിൻഡോസ് കൂടുതൽ കൊടുക്കും. ഓക്കെ, സോ ഫംഗ്ഷൻ, അതാണ് ഫംഗ്ഷൻ ഓഫ് ദ റൂം. ഓക്കെ, ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ്, വെന്റിലേഷൻ ആൻഡ് പ്രൈവസി ഓഫ് ഓക്യുപ്പൻറ്റ്. ഓക്കെ, സോ നമ്പർ ആൻഡ് സൈസ് ഓഫ് ദ വിൻഡോ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫംഗ്ഷൻ ഓഫ് ദ റൂമാണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ആണ്, ആൻഡ് പ്രൈവസി ഓഫ് ഓക്യുപ്പൻറ്റിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇഫ് 2 വിൻഡോസ് ആർ പ്രൊവൈഡഡ് പ്രിഫറബിളി ദേ ഷുഡ് ബി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. സെയിം ആണ്, ഡോറിനെ പോലെ തന്നെ നമ്മൾ 2 വിൻഡോ കൊടുക്കുകയാണെങ്കിൽ അതും ഓപ്പോസിറ്റ് ഈച്ച് അതർ ആയിരിക്കണം. അതെന്തുകൊണ്ടായിരിക്കണം? ക്രോസ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. അതായിരിക്കും നമ്മൾ വിൻഡോ കൊടുക്കുന്നത്. ഓക്കെ, അതാണ് വിൻഡോസ് ആൻഡ് ഡോർസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഫോർ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഫ്രഷ് എയറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് അറ്റ് ആസ് പെർ ഡയറക്ഷൻ ഓഫ് ദ വിൻഡോ. ഡയറക്ഷൻ ഓഫ് ദ വിൻഡോ എവിടെയാണോ ആ ഒരു ഡയറക്ഷനാണ് നമ്മൾ വിൻഡോസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ദ സിൽ ഓഫ് വിൻഡോ മസ്റ്റ് ബി
70 to 80 സെൻറ്റിമീറ്റർ എബവ് ദ ഫ്ലോർ ഓഫ് ദ റൂം. സോ സില്ല് നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിൽ ഓഫ് ദ വിൻഡോ എവിടെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? 70 to 80 സെൻറ്റിമീറ്റർ എബവ് ദ ഫ്ലോർ ഓഫ് ദ റൂം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ബേസിക് കൺസിഡറേഷൻ നമ്മൾ ചെയ്യേണ്ടത് വിൻഡോസ് ആൻഡ് ഡോർസിനെ ലൊക്കേഷനെ ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് കമ്പോണൻറ്റ്സ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോ. കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഫ്രെയിം. ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? അസംബ്ലി ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മെമ്പേഴ്സ് ഫോമിംഗ് ആൻ എൻക്ലോസർ ടു വിച്ച് ഷട്ടർ ആർ ഫിക്സ്. സോ ഇതാണ് നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത്. ഓക്കെ, അസംബ്ലി ഓഫ് ഹൊറിസോണ്ടൽ മെമ്പറിൻ്റെയും വെർട്ടിക്കൽ മെമ്പറിൻ്റെയും അസംബ്ലി ഓഫ് ദ മെമ്പർ ഫോമിംഗ് ആൻഡ് എൻക്ലോസർ ടു ഷട്ടർ ആർ ഫിക്സ്ഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്രെയിം എന്ന് പറയുന്നത്. സോ അസംബ്ലി ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. സോ ഇതാണ് ഹൊറിസോണ്ടൽ മെമ്പർ, ഇതാണ് വെർട്ടിക്കൽ മെമ്പർ ഫോമിംഗ് ആൻഡ് എൻക്ലോസർ. ഒരു എൻക്ലോസർ പോലെയാണ് ഫോം ആവുന്നത്. ടു വിച്ച് ഷട്ടർ ആർ ഫിക്സ്ഡ്. സോ ഷട്ടർ ആണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ഷട്ടർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഷട്ടർ എന്താണ്? ദീസ് ആർ ദ ഓപ്പണബിൾ പാർട്ട് ഓഫ് ഡോർസ് ഓർ വിൻഡോ കൺസിസ്റ്റ് ഓഫ് സ്റ്റൈൽസ്, റെയിൽ ഓർ പാനൽ. ഓക്കെ, സോ ഇതാണ് ഓപ്പണബിൾ ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പണബിൾ പാർട്ട് ഓഫ് ഡോർസ് ഓർ വിൻഡോ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ എന്തൊക്കെ കൺസിസ്റ്റ് ആണ്? സ്റ്റൈൽ, റെയിൽ, പാനൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ്. സോ ഫ്രെയിമിൻ്റെയും ഷട്ടറിൻ്റെയും ഡെഫിനേഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഹെഡ്. ടോപ്പ് ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് ഫ്രെയിം ഈസ് ടേംഡ് ആസ് കേസിംഗ് ഓർ ഹെഡ്. സോ ടോപ്പ് ഹൊറിസോണ്ടൽ പാർട്ട് ഏതാണ്? ഇതാണ് നമ്മുടെ ടോപ്പ് ഹൊറിസോണ്ടൽ പാർട്ട്. അതിനെ എന്താണ് പറയുന്നത്? കേസിംഗ് അല്ലെങ്കിൽ ഹെഡ് എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ടോപ്പ് ഹൊറിസോണ്ടൽ പാർട്ട് ഓഫ് ഫ്രെയിം ഈസ് ഡിഫൈൻഡ് ആസ് ഹെഡ് ഓർ കേസിംഗ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സ്റ്റൈൽ. സ്റ്റൈൽ എന്താണ്? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് മെമ്പർ ഓഫ് ഷട്ടർ ഓഫ് ഡോർസ് ഓർ വിൻഡോസ്. വെർട്ടിക്കൽ ഔട്ട്സൈഡ് മെമ്പറിനെയാണ് നമ്മൾ ഷട്ടറിൻ്റെ വെർട്ടിക്കൽ ഔട്ട്സൈഡ് മെമ്പറിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. സോ ഈ ഒരു പാർട്ടാണ് നമ്മുടെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ടാണ് നമ്മുടെ സ്റ്റൈൽ. വെർട്ടിക്കൽ ഔട്ട്സൈഡ് മെമ്പർ ഓഫ് ഷട്ടറിൻ്റെ ഔട്ട്സൈഡ് മെമ്പറിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താണ്? റെയിൽ. റെയിൽ എന്താണ്? ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ഷട്ടർ. ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ഷട്ടറിനെയാണ് നമ്മൾ റെയിൽ എന്ന് പറയുന്നത്. സോ ഹൊറിസോണ്ടൽ മെമ്പർ, ഇതൊരു മെമ്പറാണ് നമ്മുടെ ഹൊറിസോണ്ടൽ മെമ്പർ. ഓക്കെ, ഇവിടെ മൂന്നുണ്ട് ഹൊറിസോണ്ടൽ മെമ്പർ എന്ന് പറയുമ്പോൾ. ടോപ്പ് റെയിൽ ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് റെയിൽ ഉണ്ട്, പിന്നെ ലോക്ക് റെയിൽ ഉണ്ട്, പിന്നെ ബോട്ടം റെയിൽ ഉണ്ട്. ഓക്കെ, ഏറ്റവും താഴെ കൊടുക്കുന്നതിന് നമ്മൾ ബോട്ടം റെയിൽ എന്ന് പറയും. ലോക്കിൻ്റെ ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ ലോക്ക് റെയിൽ എന്ന് പറയും. അതേപോലെ ഇൻ്റർമീഡിയറ്റ് പോർഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റെയിൽ എന്ന് പറയും. ടോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് റെയിൽ എന്ന് പറയും. ഓക്കെ, അതാണ് റെയിലിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് നോക്കാം പാനൽ. പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് റെയിൽ. അതിനെയാണ് നമ്മൾ പാനൽ എന്ന് പറയുന്നത്. സോ ഇതിൽ ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ഏതാണ്? സോ നമുക്ക് ആദ്യം ഇറേസ് ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മുടെ എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മുടെ പറഞ്ഞേക്കുന്നത് ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് റെയിൽ. സോ റെയിലിൻ്റെ ടു അഡ്ജസൻ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ പാനൽ എന്ന് പറയുന്നത്. സോ ഇതാണ് പാനൽ. ഓക്കെ, ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് റെയിൽ, അതിനെയാണ് നമ്മൾ പാനൽ എന്ന് പറയുന്നത്. സോ രണ്ട് അഡ്ജസൻറ്റ് റെയിലിൻ്റെ ഇടയ്ക്കുള്ള ഏരിയനെയാണ് നമ്മൾ പാനൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് കമ്പോണൻറ്റ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് കമ്പോണൻറ്റ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് എന്താണ്? സിൽ. സിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നോക്കി. ഓക്കെ, lower most horizontal part of frame generally not provided for doors. So നമുക്ക് ഇത് lower most പാർട്ടാണ്, ഇതിനെയാണ് നമ്മൾ സിൽ എന്ന് പറയുന്നത്. സോ ഫ്രെയിമിൻ്റെ ലോവർ മോസ്റ്റ് പാർട്ടിനെയാണ് നമ്മൾ സിൽ എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി നമ്മൾ ഡോർസിന് വേണ്ടി നമുക്ക് സില്ല് പ്രൊവൈഡ് ചെയ്യാറില്ല. ഓക്കെ, ഡോർസിന് വേണ്ടി നമ്മൾ സില്ല് പ്രൊവൈഡ് ചെയ്യാറില്ല. ഓക്കെ, അതാണ് സിൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാം മുലിയൻ. മുലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർട്ടിക്കൽ മെമ്പർ പ്രൊവൈഡഡ് ടു സബ് ഡിവൈഡ് ഡോർ ഓർ വിൻഡോ വെർട്ടിക്കലി. വെർട്ടിക്കൽ മെമ്പറാണ്. വെർട്ടിക്കൽ മെമ്പർ പ്രൊവൈഡഡ് ടു സബ് ഡിവൈഡ് ഡോർസ് ഓർ വിൻഡോ. സോ ഏതാണ് വെർട്ടിക്കൽ മെമ്പർ എന്ന് പറയുന്നത്? ഈ ഒരു ഭാഗം, അതാണ് മുലിയൻ. ഓക്കെ, ഈ ഒരു സെൻറ്റർ ഭാഗത്തിനെയാണ് നമ്മൾ മുലിയൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ മെമ്പർ പ്രൊവൈഡഡ് ടു സബ് ഡിവൈഡ് ഡോർസ് ഓർ വിൻഡോസ് വെർട്ടിക്കലി, അതാണ് മുലിയൻ. നെക്സ്റ്റ് നോക്കാം ട്രാൻസം. ട്രാൻസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൊറിസോണ്ടൽ മെമ്പർ പ്രൊവൈഡഡ് ടു സബ് ഡിവൈഡ് വിൻഡോസ് ഹൊറിസോണ്ടലി. സോ ഹൊറിസോണ്ടൽ മെമ്പറാണ്, അത് വിൻഡോസിനെ സബ് ഡിവൈഡ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ്. സോ ഇതിലേതാണ് വിൻഡോസ് സബ് ഡിവൈഡ് ചെയ്യുന്നത്? ഈ ഒരു പോർഷനെയാണ് നമ്മൾ ട്രാൻസം എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ മെമ്പർ പ്രൊവൈഡഡ് ടു സബ് ഡിവൈഡ് വിൻഡോസ് ഹൊറിസോണ്ടലി, അതാണ് ട്രാൻസം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹോൺ. ഹോൺ എന്താണ്? ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ്
ടോപ്പ് മെമ്പർ ഓഫ് ദ ഫ്രെയിം ടു എനേബിൾ ഫിക്സിംഗ് ഓഫ് ദ ഫ്രെയിം ഇൻ വാൾ. സോ അതിന് നെക്സ്റ്റ് പേജിൽ നമുക്ക് അതിൻ്റെ ഇമേജ് നോക്കാം. ഓക്കെ, ഹോൺ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ ഓഫ് ടോപ്പ് മെമ്പറാണ്. ഓക്കെ, അതെന്താണ് നമുക്ക് നോക്കാം. ഹൊറിസോണ്ടൽ മെമ്പർ ഓഫ് ദ ടോപ്പ് ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇതാണ് ഹോൺ. ഓക്കെ, ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹോൾഡ് ഫാസ്റ്റ്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഹോൺ ആൻഡ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജോമെട്രി മാത്രമാണ് ചേഞ്ച്. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സിമിലർ ആണ്. അത് നമ്മുടെ ഫ്രെയിമിനെ ഫിക്സ് ചെയ്യുന്ന ഒരു രണ്ട് കമ്പോണൻസ് ആണ് ഹോൾഡ് ഫാസ്റ്റ് ആൻഡ് ഹോൺ. ഓക്കെ, സോ ഹോൺ നമ്മൾ നോക്കി എക്സ്ട്രാ നമ്മുടെ പ്രൊജക്റ്റഡ് ഏരിയനെയാണ് നമ്മൾ ഹോൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ഫാസ്റ്റ്. ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ്സ് യൂസ് ടു ഫിക്സ് ഫ്രെയിം ഓഫ് ദ ഡോർസ് ആൻഡ് വിൻഡോ ഇൻ മെഷീനറി. സോ നമ്മുടെ മൈൽഡ് സ്റ്റീൽ ഫ്ലാറ്റ്സ് ആണ്. സോ ഇതിന് നമ്മൾ ഡോർസിന് നമ്മൾ അകത്ത് മെഷീനറിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യണമെങ്കിൽ നമ്മൾ മൈൽഡ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു മൈൽഡ് സ്റ്റീൽ പ്രൊവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ജനറലി 6 നമ്പറിലാണ് ഡോർസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം മിനിമം. അതേപോലെ വിൻഡോസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ മിനിമം 4 നമ്പർ നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ജാമ്പ്. ജാമ്പ് എന്താണ്? വെർട്ടിക്കൽ വാൾ ഫേസ് ഓഫ് ദ ഓപ്പണിംഗ് വിച്ച് സപ്പോർട്ട് ദ ഫ്രെയിം. സോ ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ വാൾ ഫേസിനെയാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രെയിമിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ വാൾ ഫേസിനെയാണ് നമ്മൾ ജാമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം റിബേറ്റ്. റിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്രഷൻ മെയ്ഡ് ഇൻസൈഡ് ദ ഡോർ ഫ്രെയിം ടു റിസീവ് ഷട്ടർ. സോ അതിനെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് റിബേറ്റ്. ഓക്കെ, ഡിപ്രഷൻ മെയ്ഡ്. സോ ഡിപ്രഷൻ നമ്മൾ കണ്ടോ, ഡിപ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ടു റിസീവ് ദ ഷട്ടർ. ടു റിസീവ് ഷട്ടറിനെ റിസീവ് ചെയ്യുന്ന നമ്മൾ ഡിപ്രഷൻ ഉണ്ടാക്കും. അതിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുന്നത്. സോ ഡിപ്രഷൻ മെയ്ഡ് ഇൻസൈഡ് ദ ഡോർ ഫ്രെയിം ടു റിസീവ് ഷട്ടർ, അതിനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? റിവീൽ. റിവീൽ എന്താണ്? എക്സ്റ്റേണൽ ജാമ്പ് ഓഫ് ഡോർസ് ഓർ വിൻഡോ ഓപ്പണിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ്. സോ എക്സ്റ്റേണൽ ജാമ്പ് ഓഫ് ഡോർസ് ഓർ വിൻഡോ ഓപ്പണിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ്, അതിനെയാണ് റിവീൽ എന്ന് പറയുന്നത്. സോ ഇതിൽ റിവീൽ എന്താണ്? ഈ ഒരു പോർഷനാണ് റിവീൽ. അതേപോലെ ഈ ഒരു പോർഷൻ, ഇത് 2 ഫേസ് മാത്രമേ കാണുന്നുള്ളൂ. സോ ഈ ഒരു പോർഷൻ അപ്പോൾ ജനറലി വിൻഡോസിൻ്റെ അക്രോസ് ഓൾ അറൗണ്ട് കാണും. അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. സോ റിവീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ജാമ്പ് ഓഫ് ഡോർസ് ഓർ വിൻഡോ ഓപ്പണിംഗ് അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ വാൾ ഫേസ്, അതിനെയാണ് നമ്മൾ റിവീൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം സൈസ് ഓഫ് ദ ഡോർ. സൈസ് ഓഫ് ദ ഡോർസ് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, സൈസ് ഓഫ് ദ ഡോർ ഷുഡ് ബി സച്ച് ദാറ്റ് ടോളസ്റ്റ് പേഴ്സൺ or largest object can able to pass through. So നമ്മുടെ സൈസ് ഓഫ് ദ ഡോർ നമ്മൾ എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്? നമ്മുടെ മാക്സിമം ടോളസ്റ്റ് പേഴ്സൺ പാസ് ചെയ്യാൻ പറ്റണം ആൻഡ് മാക്സിമം വലിയായിട്ടൊരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാൻ പറ്റണം. സോ അങ്ങനെയാണ് നമ്മൾ സൈസ് ഓഫ് ദ ഡോറിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഹൈറ്റ് റേഞ്ച് എപ്പോഴും എത്രയായിരിക്കണം? ഹൈറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 1.8 to 2 മീറ്റർ ആയിരിക്കണം അതിൻ്റെ ഹൈറ്റിൻ്റെ റേഞ്ച്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വിഡ്ത്ത് കൺസിഡർ ചെയ്യുന്നത്? വിഡ്ത്ത് ഷുഡ് ബി സച്ച് ദാറ്റ് 2 പേഴ്സൺ ക്യാൻ പാസ് ത്രൂ സൈമൾട്ടേനിയസ്ലി ഷോൾഡർ ടു ഷോൾഡർ. 2 പേഴ്സൺ ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റുവാണ്. ഷോൾഡർ ടു ഷോൾഡർ മൂവ് ചെയ്യുമ്പോൾ 2 പേർക്ക് ഒരുമിച്ച് മൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും വിഡ്ത്ത് നമ്മൾ സൈസ് ഓഫ് ദ ഡോർസിന് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് വിഡ്ത്ത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോളോയിങ് കണ്ടീഷൻ മസ്റ്റ് ബി ഫുൾഫിൽ. സോ എന്തൊക്കെ കണ്ടീഷൻ നമുക്ക് നോക്കാം. നമ്മുടെ വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ വിഡ്ത്ത് ടു ഹൈറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ 0.4 to 0.6 ആയിരിക്കണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കൺസിഡറേഷൻ എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് ഈസ് ഈക്വൽ ടു വിഡ്ത്ത് പ്ലസ് 1.2. വിഡ്ത്തിനെ നമ്മൾ സം ചെയ്ത് വിഡ്ത്തിനെ നമ്മൾ 1.2നെ ആഡ് ചെയ്യണം. അപ്പോൾ അതായിരിക്കണം നമ്മുടെ ഹൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഡോർസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗ്. ഡോർസ് ഓഫ് റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ എന്തൊക്കെ കാറ്റഗറി ആണുള്ളത്? എക്സ്റ്റേണൽ ഡോർ, പുറത്തുള്ള ഡോറിനെ നമ്മൾ എത്രയാണ് ഡയമെൻഷൻ അതിന് വേണ്ടത്? 1 മീറ്റർ ഇൻറ്റു 2 മീറ്റർ ഓർ 1.1 മീറ്റർ ഇൻറ്റു 2 മീറ്റർ, അതാണ് എക്സ്റ്റേണൽ ഡോർ. ഇൻറ്റേർണൽ ഡോറിൻ്റെ ആണെങ്കിലോ 0.9 to 2 മീറ്റർ ഓർ 1 മീറ്റർ ടു 2 മീറ്റർ, അതാണ് ഇൻറ്റേർണൽ ഡോർ. അപ്പോൾ നെക്സ്റ്റ് ഡോർ എന്താണ്? ഡോർ ഫോർ ബാത്റൂം അല്ലെങ്കിൽ കിച്ചൺ. അതിൻ്റെ ഡയമെൻഷൻ എങ്ങനെയാണ്? 0.7 to 2 മീറ്റർ ഓർ 0.8 to 2 മീറ്റർ. ഓക്കെ, അതാണ് ഡോർ ഫോർ ബാത്റൂം ഓർ കിച്ചൺ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഗാരേജ് ഫോർ കാർസിന് പാർക്കിംഗ് ചെയ്യുമ്പോൾ ഗാരേജിൻ്റെ ഡയമെൻഷൻ എന്താണ്? 2.25 മീറ്റർ ടു 2.25. സോ ഇതാണ് നമ്മൾ ജനറലായിട്ട് സൈസ് ഓഫ് ദ ഡോറിനെ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ്? ഡോർസ് ഓഫ് പബ്ലിക് ബിൽഡിംഗ്. പബ്ലിക് ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, പബ്ലിക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സ്കൂൾസ്, ഹോസ്പിറ്റൽ, ലൈബ്രറി, അതൊക്കെ പബ്ലിക് ബിൽഡിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? 1.2 മീറ്റർ ഇൻറ്റു 2 മീറ്റർ. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഡയമെൻഷൻ എന്താണ്?
നെക്സ്റ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 1.2 ഇൻറ്റു 2.1 മീറ്റർ, അതേപോലെ 1.2 മീറ്റർ ഇൻറ്റു 2.2 മീറ്റർ. സോ ഇതെല്ലാം ഡയമെൻഷൻ നമ്മൾ ജനറലി പബ്ലിക് ബിൽഡിങ്സിന് കൊടുക്കാറുണ്ട് റോഡ് ഡിസൈൻ ചെയ്യുമ്പോൾ, ഡോർ ഡിസൈൻ ചെയ്യുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക് ഡെസിഗ്നേഷൻ ഓഫ് ഡോർ. ഡെസിഗ്നേഷൻ എങ്ങനെയാണ് ഡോർസിൻ്റെ ആണ് നോക്കാൻ ചെയ്തത്. ഓക്കെ, നോട്ട് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റിക്കമെൻഡ് ദാറ്റ് size of the door frame should be considered after allowing a marginal 5 mm all around for ease of fixing. So Indian standard എന്താണ് പറഞ്ഞേക്കുന്നത്, നമ്മൾ മാർജിനലി 5 mm കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മുടെ ഫ്രെയിമിനെ ഡിസൈഡ് ചെയ്യുമ്പോൾ 5 mm നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അതെന്താണ് നമുക്ക് ക്ലിയർ ആകുന്നത് നമ്മുടെ എക്സാമ്പിൾ നോക്കുമ്പോഴാണ് നമ്മൾ ക്ലിയർ ആകുന്നത്. അപ്പോൾ ജനറലി മനസ്സിലാക്കിയാൽ മതി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ദാറ്റ് സൈസ് ഓഫ് ദ ഡോർ ഫ്രെയിമിനെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ മാർജിനലായിട്ട് 5 mm കൺസിഡർ ചെയ്യും ഓൾ അറൗണ്ട് ഫോർ ഈസ് ഓഫ് ഫിക്സിങ്. സോ 5 നമ്മൾ റെഡ്യൂസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഡോർ ഇൻഡിക്കേറ്റഡ് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് മൊഡ്യൂൾ. സോ വിഡ്ത്തും ഹൈറ്റിനെ നമ്മൾ എങ്ങനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്പർ ഓഫ് മൊഡ്യൂൾസിൻ്റെ ടേംസിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈച്ച് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ 100 mm ആണ്. ഓക്കെ, സോ ഇതും നമ്മുടെ എക്സാമ്പിളിൽ ക്ലിയർ ആവും. ഓക്കെ, സോ 2 പോയിന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെസിഗ്നേഷൻ തന്നേക്കുന്നത് 8DS20 ആണ് തന്നേക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് 8 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. 8 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആണ്. ഓക്കെ, 8 എന്ന് പറഞ്ഞാൽ എന്താണ്, വിഡ്ത്ത്. അതേപോലെ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഡോറിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡി എന്ന് പറഞ്ഞാൽ. അതേപോലെ എസ് അല്ലെങ്കിൽ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ എസ് അല്ലെങ്കിൽ ടി, അതിനെന്താണ് ഷട്ടർ ഡബിൾ ആയിരിക്കാം അല്ലെങ്കിൽ സിംഗിൾ ആയിരിക്കാം, അതാണ് എസ് അല്ലെങ്കിൽ ടി. നെക്സ്റ്റ് 20 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൈറ്റ് ആണ്. ഇത് നമുക്കൊരു എക്സാമ്പിളിൽ നോക്കാം എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ തമ്പ് റൂൾ നമ്മൾ ഫോളോ ചെയ്യും. എങ്ങനെയാണ് ഡെസിഗ്നേഷൻ തന്നിട്ടുള്ളത് 8DS20 ആണ്. ഓക്കെ, സൈസ് ഓഫ് ദ ഓപ്പണിംഗ് നമ്മൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, സൈസ് ഓഫ് ദ ഫ്രെയിം നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് മൊഡ്യൂളിൻ്റെ ബേസിലാണ്. വിഡ്ത്തും ഹൈറ്റിനും നമ്മൾ മൊഡ്യൂളിൻ്റെ ബേസിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 100 ആയിരുന്നു, 100 mm ആയിരുന്നു. അപ്പോൾ നമ്മൾ 8നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 800 കിട്ടും. അതേപോലെ അപ്പോൾ നമ്മൾ 20നെ എങ്ങനെ കൺസിഡർ ചെയ്യണം, 20നെ 100 വെച്ച് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2000 കിട്ടും. ഓക്കെ, അതേപോലെയാണ് സൈസ് ഓഫ് ദ ഫ്രെയിം. എങ്ങനെയാണ്, നമ്മൾ ടോട്ടൽ സൈസ് ഓഫ് ദ ഓപ്പണിംഗിൽ നിന്ന് നമ്മൾ 10 mm ആണ് മൈനസ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 5 mm നമ്മൾ കൺസിഡർ ചെയ്യുമെന്ന് നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു. 5 mm നമ്മൾ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, 5 mm രണ്ട് സൈഡിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡോറിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ 5 mm റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റു 2 ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു 2 ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിൽ 5 mm റെഡ്യൂസ് ചെയ്ത് അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 10 mm റെഡ്യൂസ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും, 790 കിട്ടും. അതേപോലെ നമ്മുടെ 1990 എങ്ങനെയാണ് കിട്ടുന്നത്, 2000 മൈനസ് 10. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്ത് 5 mm, അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 1990. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ജനറൽ കൺസിഡറേഷൻ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോർസ് ആണ്. അതേപോലെ എസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷട്ടർ, ടി എന്ന് പറഞ്ഞാൽ ഡബിൾ ഷട്ടർ. ഓക്കെ, പിന്നെ എക്സാമ്പിൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. 9DS21, അപ്പോൾ 9 × 100, അതേപോലെ 21 × 100, അങ്ങനെ നമുക്ക് സൈസ് ഓഫ് ദ ഓപ്പണിംഗ് കിട്ടി. അതേപോലെ അതിനെ നമ്മൾ 900 മൈനസ് 10 മൈനസ് ചെയ്യുമ്പോൾ 890, അതേപോലെ 2100 നമ്മൾ 10 മൈനസ് ചെയ്യുമ്പോൾ 2090 കിട്ടും. ഓക്കെ, അതേപോലെ 10DT21, ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബിൾ ഷട്ടറിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 10 × 100 1000 കിട്ടും. അതേപോലെ 21 × 100 2100 കിട്ടും. അതേപോലെ അതിൽ 5 mm രണ്ട് സൈഡിലും റിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 990 കിട്ടും. ആൻഡ് 2090 കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 12DT21. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നതേ ഉള്ളൂ. 12 × 100 1200 ഇൻറ്റു നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 21 × 100. ഓക്കെ, അപ്പോൾ 2100. നെക്സ്റ്റ് അതിന് നമ്മൾ 5 mm രണ്ട് സൈഡിൽ റിഡക്റ്റ് ചെയ്യുമ്പോൾ 1190 കിട്ടും. അതേപോലെ 2090 കിട്ടും. സോ ഇതാണ് ജനറൽ കൺസിഡറേഷൻ നമ്മൾ ഡെസിഗ്നേഷൻ ചെയ്യുമ്പോൾ. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത നമ്മുടെ ഡെസിഗ്നേഷൻ ഓഫ് വിൻഡോനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്. സം റൂൾസ് ആർ യൂസ് ടു ഫിക്സ് ദ സൈസ് ഓഫ് ദ വിൻഡോ. സോ എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ ബ്രെഡ്ത്ത് ഓഫ് ദ വിൻഡോ എന്ന് പറയുന്നത് 1/8 വിഡ്ത്ത് ഓഫ് ദ റൂം. എത്രയാണോ വിഡ്ത്ത് ഓഫ് ദ റൂം പ്ലസ് ഹൈറ്റ് ചെയ്യണം, ഹൈറ്റിനെ കൺസിഡർ ചെയ്യണം, വിഡ്ത്ത് ഓഫ് ദ റൂം പ്ലസ് ചെയ്യണം, അതേപോലെ ഹൈറ്റ് ഓഫ് ദ റൂം കൺസിഡർ പ്ലസ് ചെയ്യണം, അതിനെ ഡിവൈഡ് ബൈ 8 ചെയ്യണം. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് ഓഫ് ദ വിൻഡോ കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വിൻഡോന് വേണ്ടി. ഓക്കെ, ബ്രെഡ്ത്ത് ഓഫ് ദ വിൻഡോ കണ്ടുപിടിക്കുകയാണെങ്കിൽ 1/8 ഓഫ് വിഡ്ത്ത് ഓഫ് ദ റൂം പ്ലസ് ഹൈറ്റ് ഓഫ് ദ റൂം. ഓക്കെ,
നെക്സ്റ്റ് എന്താണ് ടോട്ടൽ ഏരിയ ഓഫ് വിൻഡോ ഓപ്പണിംഗ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ഏരിയ ഓഫ് ദ വിൻഡോ ഓപ്പണിംഗ് ആണ്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ടോട്ടൽ ഏരിയ ഓഫ് വിൻഡോ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 10 to 20% ഓഫ് ഏരിയ ഓഫ് ഫ്ലോർ ഓഫ് ദാറ്റ് ഓഫ് റൂം. സോ 10 to 20% ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, 20% എന്ന് പറഞ്ഞാൽ പബ്ലിക് ബിൽഡിംഗിനാണ്. ഓക്കെ, സോ ടോട്ടൽ ഏരിയ ഓഫ് ദ വാൾ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 10 to 20% ഓഫ് ഏരിയ ഓഫ് ദ ഫ്ലോർ ആണ്. ഓക്കെ, 10 to 20% ഓഫ് ഏരിയ ഓഫ് ദ ഫ്ലോർ ആണ്. ഓക്കെ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സൈസ് ഓഫ് ദ വിൻഡോ ഓപ്പണിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മൊഡ്യൂൾ. ഇതിലും ഡോർസിനെ പോലെ തന്നെ മൊഡ്യൂൾസിലാണ് സൈസ് ഓഫ് ദ വിൻഡോ ഓപ്പണിങ്ങിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 mm ആണ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്താണ്? 6WS ഓർ T അല്ലെങ്കിൽ ഓക്കെ S അല്ലെങ്കിൽ T പിന്നെ 12. ഓക്കെ, 6 എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ആണ്, W എന്ന് പറഞ്ഞാൽ വിൻഡോ ആണ്, S അല്ലെങ്കിൽ T എന്ന് പറഞ്ഞാൽ ഷട്ടർ ആണ്. ഡബിൾ ആയിരിക്കാം, സിംഗിൾ ആയിരിക്കാം. ഓക്കെ, 12 എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഓക്കെ, അതാണ് ജനറൽ റിപ്രസെൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം തമ്പ് റൂൾസ് ഫോർ വിൻഡോ. നമ്മൾ എന്തൊക്കെ റൂളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഡെസിഗ്നേഷൻ 6WS12 തന്നിട്ടുണ്ട്. അപ്പോൾ സൈസ് ഓഫ് ദ ഓപ്പണിംഗ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? 6 into 100. ഓക്കെ, മൊഡ്യൂളിനെ മൾട്ടിപ്ലൈ ചെയ്തു 6 into 100. അതേപോലെ 12നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം 12 into 100. അപ്പോൾ നമുക്ക് സൈസ് ഓഫ് ദ ഓപ്പണിംഗ് കിട്ടും. അതേപോലെ നമ്മുടെ W എന്ന് പറഞ്ഞാൽ എന്താണ്? വിൻഡോ. S എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ ഷട്ടർ. T എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ ഷട്ടർ. ഓക്കെ, ഈ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആവും. 10WT 12. 10നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 1000 കിട്ടി. അതേപോലെ 12നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ ഈ ആൻസർ കിട്ടും. അതേപോലെ 12 into 100, അതേപോലെ 12 into 100, അപ്പോൾ ഈ ആൻസർ കിട്ടും. അതേപോലെ 6 into 100, 13 into 100, അപ്പോൾ ഈ ആൻസർ കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് W T എന്ന് പറഞ്ഞാൽ ഡബിൾ ഷട്ടറിനെയാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. S എന്ന് പറഞ്ഞാൽ സിംഗിൾ ഷട്ടർ. ഓക്കെ, W എന്ന് പറഞ്ഞാൽ വിൻഡോ. ഇതാണ് നമ്മുടെ ജനറൽ കൺസിഡറേഷൻ അബൌട്ട് തമ്പ് റൂൾസ് ഓഫ് വിൻഡോസ് ആൻഡ് ഡോർസ്. ഓക്കെ, ഇതിങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ എല്ലാ ആസ്പെക്റ്റും നമ്മൾ ഡോർസ് ആൻഡ് വിൻഡോസിനെ നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പർ പ്രൊവൈഡഡ് ടു ഡിവൈഡ് വിൻഡോ ഹൊറിസോണ്ടലി. സോ ഹൊറിസോണ്ടൽ മെമ്പർ ഏതാണ്? പ്രൊവൈഡ് ടു ഡിവൈഡ് വിൻഡോ. വിൻഡോ നമ്മൾ ഹൊറിസോണ്ടൽ മെമ്പർ ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യാൻ. ഏതാണ് ആൻസർ? ട്രാൻസം ആണ്. ഓക്കെ, ഈ ഒരു പോർഷനെയാണ് നമ്മൾ ട്രാൻസം എന്ന് പറയുന്നത്. സോ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യുന്ന പോർഷനെ നമ്മൾ എന്താണ് പറയുന്നത്? ട്രാൻസം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. total area of the window opening is dash percentage of the area of the floor. So total area of the window എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്? 10 to 20% ആണോ, 25 to 30% ആണോ, 30 to 40 ആണോ, ഓർ 40 to 50 ആണോ? സോ നമ്മൾ ഓൾറെഡി നോക്കിയതായിരുന്നു 10 to 20% ആണ്. 10 to 20% ആണ് നമ്മൾ ടോട്ടൽ ഏരിയ ഓഫ് ദ വിൻഡോ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ 10 to 20% ഓഫ് ഏരിയ ഓഫ് ദ ഫ്ലോർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഏരിയ എൻക്ലോസ് ബിറ്റ്വീൻ 2 adjacent rail ഈസ് കോൾഡ്. സോ ഏരിയ എൻക്ലോസ് ബിറ്റ്വീൻ 2 adjacent railന് എന്താണ് പറയുന്നത്? സ്റ്റൈലാണോ, മുലിയൻ ആണോ, പാനൽ ആണോ, ഹെഡ് ആണോ? അതിന് നമ്മൾ എന്താണ് പറയുന്നത്? പാനൽ. സോ ഈ ഒരു പോർഷന് നമ്മൾ പറയുന്ന പേരാണ് പാനൽ. സോ ഏരിയ എൻക്ലോസ് ബിറ്റ്വീൻ 2 railsന് നമ്മൾ പറയുന്നത് പാനൽ എന്നാണ്. ഓക്കെ, അതാണ് പാനൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റീൽ ഫ്ലാറ്റ്സ് യൂസ് ടു ഫിക്സ് ഫ്രെയിം. സ്റ്റീൽ ഫ്ലാറ്റ്സ് യൂസ് ടു ഫിക്സ് ഫ്രെയിം എന്താണ്? സോ ഓക്കെ, സ്റ്റീൽ ഫ്ലാറ്റ് യൂസ് ടു ഫിക്സ് ഫ്രെയിം എന്താണ് പറയുന്നത്? ഹോൾഡ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഹോൾഡ് ഫാസ്റ്റ്, ജാംപ്, റിബേറ്റ്, റിവെൽ. സോ ഹോൾഡ് ഫാസ്റ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഹോൾഡ് ഫാസ്റ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, സ്റ്റീൽ ഫ്ലാറ്റ്സ് യൂസ് ടു ഫിക്സ് ഫ്രെയിം, അതിനെന്താണ് പറയുന്നത്? ഹോൾഡ് ഫാസ്റ്റ്. സോ ഇത് ഒരു കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഹോൾഡ് ഫാസ്റ്റ്. ജനറലി നമ്മൾ ഡോർസിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറലി നമ്മൾ 6 നമ്പർ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ വിൻഡോൻ്റെ കേസിൽ നമ്മൾ 4 നമ്പർ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഹോൾഡ് ഫാസ്റ്റ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡോർസ് ആൻഡ് വിൻഡോസിൻ്റെ സെക്ഷൻ. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ സെക്ഷൻ. വീണ്ടും വേറൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അതുവരെയും പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്, താങ്ക്സ് എ ലോട്ട്.